പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഇൽമിന്റെ മജ്‌ലിസിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാണ്. അർഹമുർറാഹിമീനായ അള്ളാഹു ഹസനാത്തിന്റെ മീസാനിൽ വലിയ ഭാരമുള്ള അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മരണവും അനുബന്ധ ജീവിതവും ഒക്കെ കുറിച്ച് പറയാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഉറപ്പുള്ള വിശ്വാസമുണ്ടാകും. സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത ഉറച്ച വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് മരണവും അനുബന്ധമായി സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും, ഖബറും ഖബർ ശിക്ഷയും ഒക്കെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന ഒരുറച്ച വിശ്വാസമുള്ളവരാണ് നമ്മൾ. ആ വിശ്വാസം നിലനിർത്തി പോരൽ ജീവിതം വിജയിക്കാൻ ഏറ്റവും പ്രധാനമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ തസ്ദീഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ ഉലിമ അന്ന മജീഅഹു മിനല്ലാഹ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ഏത് കാര്യം സത്യമാണെന്ന് വിശ്വസിക്കല. ഞാൻ ഇങ്ങനെ തുടങ്ങുന്നത് പുതിയ കാലത്ത് എല്ലാവർക്കും പല വിഷയങ്ങളിലും പുതിയ പുതിയ ചോദ്യം ഉന്നയിക്കുന്ന ഒരു രീതി വന്നു തുടങ്ങുകയാണ്. ആ ചോദ്യം ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന പല ശക്തികളുമുണ്ട്. ചിലപ്പോൾ അവർ കേൾക്കുന്ന വീഡിയോകളായിരിക്കും, ചിലപ്പോൾ അവർക്ക് പറയുന്ന സംസാരങ്ങളായിരിക്കും, അവരുടെ സൗഹൃദ ബന്ധങ്ങളിൽ നിന്ന് വന്ന വർത്തമാനങ്ങളായിരിക്കും. ഒരു കാര്യം ഉറപ്പുണ്ട്, സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ത് പറഞ്ഞാലും അത് സത്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും സംശയം തൊടാതെ വിശ്വസിക്കലാണ് ഈമാൻ. ആ വിശ്വാസത്തിന് മനുഷ്യൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന് കർമ്മങ്ങൾ എന്ന് പറയുന്ന ഒന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന ഒരുറച്ച ബോധം എപ്പോഴും മനുഷ്യർക്ക് ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാവുകയും എന്നൊരു മനോഭാവം ഉണ്ടാവാൻ പറ്റൂല. അത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. വിശ്വാസികളുടെ ഈമാനിനെ പേപ്പിക്കുന്ന പലതരം പ്രവർത്തനങ്ങളും മുസ്ലിമായിട്ടും യുക്തിവാദികളായിട്ടും അങ്ങനെ പലതരം പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. ഈമാൻ എന്നത് ജാഗ്രതയോടുകൂടെ മനുഷ്യൻ കരുതിപ്പോരേണ്ട ഒന്നാണ്. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും മാഹാത്മ്യമുണ്ടായത് ഒരൊറ്റ ഈമാന്റെ കാരണം കൊണ്ട് മാത്രമാണ്. സിദ്ദീഖുൽ അക്ബർ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉമർ ബിൻ ഖത്താബ് നിസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാൾ കൂലി സിദ്ദീഖുൽ അക്ബറിന് കിട്ടും. കാരണം അഫ്ളലുന്നാസി എന്നാണ് സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് അയിമ്മത്ത് മുഴുവനും എഴുതിയത്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി രേഖപ്പെടുത്തിയത് കാണും, അഫ്ളലുന്നാസി ബഅദൻ നബിയ്യീന അബൂബക്കറിന് സിദ്ദീഖ്. നബിമാർക്കു ശേഷം ഏറ്റവും വലിയ ആൾ അബൂബക്കറിന് സിദ്ദീഖാണ് എന്ന് ഇജ്മാഉൽ മുസ്ലിമീൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു തർക്കം തന്നെ ഇല്ല. പിന്നെ പേച്ച ചില കക്ഷികൾ പല മണ്ടത്തരവും പറഞ്ഞ കൂട്ടത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല യഥാർത്ഥ ഖലീഫ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖിലാഫത്തിനെ തട്ടിയെടുത്തതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച പല കക്ഷികളുമുണ്ട്. അവർ അഹ്ലുസുന്നയുടെ ഗണത്തിൽ ലോകത്ത് എണ്ണുന്നവർ അല്ല, ഷിയാക്കളാണത്. അവ ചുരുക്കത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഫ്ളലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അക്സറുഹും സവാബൻ ഇൻദല്ലാഹി എന്നാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂലി കിട്ടുന്ന ആൾ എന്നാണ് അഫ്ളൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സാധാരണ പ്രവർത്തനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറ്റുള്ളവരും ചെയ്യുമ്പോൾ അതേ പണി 2 ആൾ ചെയ്താൽ തന്നെയും ആ പണിയിൽ സിദ്ദീഖുൽ അക്ബറിന് കൂലി കൂടും എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥമെങ്കിൽ സിദ്ദീഖുൽ അക്ബറിന് എല്ലാ മനുഷ്യരെക്കാളും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആരോടൊക്കെ ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു മിനിറ്റ് ആലോചിക്കാനുണ്ടായിരുന്നു. സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരോടൊക്കെ ഇസ്ലാം ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഒന്ന് ചെറിയ ആലോചന ഒക്കെ ഉണ്ടേനി. വാപ്പ ഉണ്ടാകും, ഉമ്മ ഉണ്ടാവും, ഏട്ടന്മാരൊക്കെ ഉണ്ടാകും. ഒരു ആലോചന ഉണ്ടായിരുന്നു.
സിദ്ദീഖുൽ അക്ബറിനോട് ഞാൻ ഇസ്ലാം പറഞ്ഞപ്പോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ സിദ്ദീഖ് എന്നെ കൊണ്ട് വിശ്വസിച്ചുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമല് കൊണ്ടല്ല സിദ്ദീഖുൽ അക്ബറിന് മഹത്വമുണ്ടായത്, വലാകിൻ വുഖിറ ഫീ ഖൽബിഹി, സിദ്ദീഖുൽ അക്ബറിന്റെ ഹൃദയത്തിൽ ഉള്ള ഒരു ദൃഢമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ ഏറ്റവും മേലെയായത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഈ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഖബർ ശിക്ഷ അത് നമ്മൾ കാണുന്നില്ലല്ലോ, ഖബർ തുറന്നു നോക്കിയാൽ ഒന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനൊക്കെ സംശയിക്കാം, ആൾക്കാർക്ക് എന്തും ചോദിക്കാം. സ്വാദിഖുൽ മസ്തൂക്ക് മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പവർഫുൾ മൈൻഡാണ് സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത്. പുനരുദ്ധാനത്തെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് മക്കത്തെ ഖുറൈശികൾ കുഫാറുകൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് ഇനി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുക എന്ന ചോദ്യം. അള്ളാഹു അവരോട് മറുപടി പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹി ഏൽപ്പിക്കുന്നു. തിരുനബിയോട് പറഞ്ഞു, ഖുൽ യുഹീഹ അല്ലദീ അൻശാഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. പണ്ട് നുരുമ്പിയ എല്ലുകൾ ഉണ്ടായിരുന്നില്ല. നുരുമ്പിയ എല്ലുകളില്ലാതെ മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന്, പൂർണ്ണമായ ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് നുരുമ്പിയ എല്ലുകളിൽ നിന്ന് മനുഷ്യനെ പുനരുദ്ധാനം നടത്താൻ എന്ത് പണിയാണുള്ളത്? കുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, യുഹീല്ലദീ അൻശാഹ അവ്വല മറ. ആ എല്ലുകൾ ആദ്യം ജീവിപ്പിച്ച റബ്ബുൽ ആലമീൻ, ആ മനുഷ്യരെ ആദ്യം ജീവിപ്പിച്ച അള്ളാഹു അന്ന് എല്ലുകൾ ഉണ്ടായിരുന്നില്ല. ആ അള്ളാഹുവിന് നുരുമ്പി എല്ലുകളിൽ നിന്ന് മനുഷ്യരെ ജീവിപ്പിക്കുക എന്നത് പ്രത്യേകിച്ചൊരു ഭാരമുള്ള കാര്യമല്ല എന്ന് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പുനരുദ്ധാനത്തെ നിഷേധിച്ചവരുണ്ട്. ഇങ്ങനെ പലതരം മനുഷ്യരുണ്ട്. എല്ലാവരെയും എല്ലാവരുടെയും ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ദൃഢമായ ആശയമാണ് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ബുദ്ധിക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ഇല്ല. സ്വാദിഖുൽ മസ്തൂക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് പറഞ്ഞു തന്ന വിവരങ്ങളാണ് അതിന്റെ മുഴുവനും ആധാരം. അള്ളാഹുവിന്റെ ഖുർആൻ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, മനുഷ്യരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെ മനുഷ്യരുടെ അനുസരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിശദീകരണമാണ് നമ്മുടെ മുന്നിലുള്ള ആധാരമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിലുള്ള വിശ്വാസം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അഖായിദിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും സ്വർഗ നരകങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഇമാമുമാർ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി സ്വർഗ നരക പരാമർശങ്ങൾ നടത്തിയത്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അവ ചുരുക്കത്തിൽ ഈമാനാണ് ഇത്തരം കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. സത്യവിശ്വാസിക്ക് പേടിയുണ്ടാകും, അത് വിശ്വാസിയുടെ ഒരു ലക്ഷണമാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഅദ് ഇങ്ങനെ കേട്ടാൽ സ്വഹാബത്ത് പറയുന്നത് കാണാം. ബുഖാരിന്റെ ഹദീസിൽ, വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ദറഫത് മിൻഹൽ ഉയൂൻ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ വഅദ് പറഞ്ഞു തന്നു. ആ വഅദ് ഇങ്ങനെ കേട്ടാൽ ദറഫത് മിൻഹൽ ഉയൂൻ, കണ്ണിങ്ങനെ നിറഞ്ഞൊലിക്കും. വജിലത്ത് മിൻഹൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ പേടിച്ചു വിറക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണത്തെ പറ്റി, ക്ലാസിനെ കുറിച്ച് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പറയുന്നുണ്ട്. അവ വിശ്വാസിക്ക് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്, മുഹമ്മദ് നബിയിൽ നിന്നുള്ളതാണ് എന്നതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ മരണം നമുക്കൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ എത്തുന്നതിന് മുമ്പ് ഭൗതിക ലോകത്ത് മനുഷ്യനെ പടച്ച ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ എത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആമുഖത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മനുഷ്യനെ പഠിച്ചത് അടിസ്ഥാനപരമായി ഇബാദത്തിന് വേണ്ടി തന്നെയാണ്. അത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. ജിന്നിനെയും മനുഷ്യനെയും ഇബാദത്തിന് വേണ്ടി അല്ലാതെ പഠിച്ചിട്ടില്ല. ഇബാദത്ത്, ഇൽമ്, ഈ രണ്ട് ലക്ഷ്യങ്ങളാണ്. അറിവുണ്ടാവുകയും അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക.
മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതിനോട് ചേർന്ന് വരുന്ന ഏത് കാര്യങ്ങളുണ്ടെങ്കിലും മനുഷ്യ ജീവിതത്തിൽ അവൻ ജോലിക്ക് പോകണം, മറ്റു കാര്യങ്ങളുണ്ട്. ഏത് കാര്യങ്ങളും അടിസ്ഥാനപരമായി ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിലേക്ക് മനുഷ്യൻ അടുക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇബാദത്തിലേക്ക്, ആരാധനക്ക് മനുഷ്യന് വലിയ താല്പര്യം ഉണ്ടാവണം. പരലോകത്തെ തന്നെ മനുഷ്യന് വേണ്ടി പഠിച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ജീവിതത്തെയും മരണത്തെയും അള്ളാഹു പഠിച്ചു. അത് പറഞ്ഞപ്പോ തന്നെ അള്ളാഹു ആദ്യം പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത എന്നാണ്, മരണത്തെ പഠിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. ആ പറഞ്ഞതിനെ പറ്റി ഇമാമുകൾ വ്യാഖ്യാനിച്ചത് കാണൂ. മരണം ഉറപ്പുള്ള ഒരു സംഗതിയും അതിനോട് ശേഷം ധാരാളം കാര്യങ്ങൾ മനുഷ്യന് വരാനുണ്ട്. ജീവിതത്തെക്കാൾ മനുഷ്യൻ ആലോചിക്കേണ്ടത് മരണത്തെയാണ്. മരണത്തിനു വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യനുണ്ടാകണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. ജീവിതത്തെയും മരണത്തെയും റബ്ബുൽ ആലമീൻ പഠിച്ചത് ലിയബ്ലുവക്കും, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമലാ, മെച്ചപ്പെട്ട് പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് റബ്ബുൽ ആലമീനായ അള്ളാഹു നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ആവശ്യമാണ് ജീവിത മരണത്തിന്റെ പിന്നിൽ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ തീർച്ചയായിട്ടും ജീവിത മരണങ്ങൾ അള്ളാഹു പഠിച്ചത് നമ്മളിൽ നന്മയുണ്ടാവാനും നമ്മെ രക്ഷപ്പെടുത്താനും വേണ്ടിയാണ്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് വരേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അറാദ ബി അബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു തആല ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ മനുഷ്യനെ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിൻ റസൂല് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു പ്രയോഗിക്കുമെന്നാണ്. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, കൈഫസ്തഅമലഹു യാ റസൂലല്ലാഹ്, തിരുനബിയെ എങ്ങനെയാണ് ഈ മനുഷ്യനെ അള്ളാഹു ഉപയോഗപ്പെടുത്തുക, പ്രയോഗിക്കുക? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫ്ഫിഖുഹു ലിഅമലി സ്വാലിഹി ഖബ്ലൽ മൗത്ത്. മരണത്തിന്റെ മുമ്പ് ആ മനുഷ്യന് നല്ല പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകും. അപ്പൊ അള്ളാഹു മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യതയുടെ അടയാളത്തിൽപ്പെട്ട ഒരടയാളമാണ് മനുഷ്യന് മരണത്തിന്റെ മുമ്പ് ധാരാളം ഹൈറാത്തുകൾക്ക് തൗഫീഖ് നൽകുക എന്നത്. അവിടെയും ഇവിടെയും ഒക്കെ പണിയുണ്ട്. അവിടെ ദീനിന്റെ സ്ഥാപനം നടത്തണം, ഇവിടെ ദീനിന്റെ സ്ഥാപനം നടത്തണം, ആ പള്ളിയുടെ ഉത്തരവാദിത്തമുണ്ട്, അവിടെ പ്രവർത്തിക്കണം, ഇങ്ങനെ എല്ലായിടത്തും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ധാരാളം ഹൈറിന് അവസരങ്ങൾ അള്ളാഹു കൊടുക്കുക എന്നത് ആ മനുഷ്യനെ നന്മക്ക് വേണ്ടി അള്ളാഹു പ്രയോഗിക്കുന്നതിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരാധനയിൽ താല്പര്യമുള്ളവരും സ്വന്തത്തോട് ചില ചോദ്യങ്ങൾ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നവരും ആവേണ്ടതുണ്ട്. സ്വന്തത്തോട് ചില ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അലീമുൻ ഖബീറായ അള്ളാഹു നമുക്കുണ്ട്. സൂക്ഷ്മ നിരീക്ഷകനായ റബ്ബാണത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഒസാലി പറയുന്നുണ്ട്, കൂരിരുട്ടുള്ള ഒരു രാത്രി കൊടുംവനത്തിന്റെ ഉള്ളിൽ ഒരു കറുത്ത പാറയുണ്ടെങ്കിൽ ആ കറുത്ത പാറയുടെ ഉള്ളിലേക്ക്, അവിടെ ഒരു ചെറിയ ദോരുണ്ട് ആ കറുത്ത പാറക്ക്, ആ പാറയുടെ ഉള്ളിലേക്ക് ഒരു കറുത്ത നിറത്തിലുള്ള ഉറുമ്പ് ഇങ്ങനെ പോകുന്നുവെങ്കിൽ ആ ഉറുമ്പിനെ കാണുന്ന, നിരീക്ഷിക്കുന്ന ലത്തീഫുൻ ഖബീറായ സൂക്ഷ്മ നിരീക്ഷകനായ യജമാനനായ അള്ളാഹു ഉണ്ട് എന്നത് മനുഷ്യന്റെ ഉള്ളിലെ വലിയ ബോധമാകേണ്ടതുണ്ട്. ലത്തീഫുൻ ഖബീർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാന ആശയം വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ പറ്റി. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലോകത്ത് എത്ര കോടി മരങ്ങൾ ഉണ്ടാകും, ആ മരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കോടാനുകോടി മരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരേല എപ്പോഴെങ്കിലും താഴോട്ട് വീഴുന്നുവെങ്കിൽ ഇല്ലാ വയഅലമുഹുല്ലാ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇലയപ്പടച്ച റബ്ബറിയാതെ ഇല താഴോട്ട് വീഴുകയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്റെ ശരീരത്തിൽ എത്ര രോമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല.
എന്റെ ശരീരത്തിലെ കഴിഞ്ഞ ആഴ്ച വെട്ടിയ നഖം എപ്പോഴാണ് വലുതായത് എന്ന് ചോദിച്ചാൽ വലുതായത് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശരീരത്തിൽ ഉള്ളതാണ് താനും. എന്ന് പറഞ്ഞാൽ മനുഷ്യന് പരിമിതിയുണ്ട്. അള്ളാഹു ജല്ല ജലാലുഹു പറയുന്നത് ഒരില താഴോട്ട് വീഴുന്നുവെങ്കിൽ റബ്ബുൽ ആലമീനായ അള്ളാഹു അറിയുന്നുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ബോധം മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്താഉ സലമി റളിയല്ലാഹു തആല അൻഹു ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു. അദ്ദേഹം വസ്ത്രം ഉണ്ടാക്കിയിട്ട് കൈകൊണ്ട് നെയ്ത് ആ വസ്ത്രം മാർക്കറ്റിൽ പോയി കടയിൽ പോയി വിൽക്കും. അങ്ങനെ ജീവിച്ചു പോന്നിരുന്ന അത്താഉ സലമി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു നല്ല വസ്ത്രം ഉണ്ടാക്കി. അദ്ദേഹത്തിന് നല്ല വസ്ത്രം എന്ന് തോന്നിയ ആ മികച്ച വസ്ത്രം അദ്ദേഹം അങ്ങാടിയിൽ കൊണ്ടുപോയി ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി വിൽക്കുന്നു. വിൽക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റൈൽസിന്റെ ഉടമ ആ വസ്ത്രം ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ വസ്ത്രത്തിന് ഇന്നാൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുറെ കുഴപ്പങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ കുഴപ്പങ്ങളൊക്കെ ഈ വസ്ത്രത്തിനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത്താഉ സലമി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നത് ഈ വസ്ത്രം നല്ല വസ്ത്രമാണ്. അദ്ദേഹം നെയ്ത വസ്ത്രങ്ങളിൽ മുന്തിയ വസ്ത്രമെന്ന് അദ്ദേഹത്തിന് തോന്നിയ ഒരു വസ്ത്രമാണ് അദ്ദേഹം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റത്. ആ വസ്ത്രത്തെ പറ്റിയാണ് അദ്ദേഹത്തോട് ഇപ്പോൾ ടെക്സ്റ്റൈൽസുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ വസ്ത്രത്തിന് ഈ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ ഇങ്ങനെ എണ്ണിയപ്പോ എല്ലാം കേട്ട് അത്താഉ സലമി റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഈ ടെക്സ്റ്റൈൽസുകാരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? വസ്ത്രത്തിന് പ്രശ്നം ഉണ്ടാവുക, കുറവുണ്ടാവുക ഇതൊരു സാധാരണ കാര്യമാണല്ലോ. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ബഹുമാനപ്പെട്ട ഒരു മറുപടി പറഞ്ഞു, ഈ വസ്ത്രത്തിന്റെ കാര്യത്തെ ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. ഈ വസ്ത്രത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഞാൻ ആലോചിച്ചു പോയത്, ഞാൻ ഏറ്റവും നല്ല വസ്ത്രം എന്ന് എനിക്ക് തോന്നി ഉണ്ടാക്കിയ ഈ നല്ല വസ്ത്രത്തിന് വസ്ത്രത്തെക്കുറിച്ച് അല്പം മാത്രം അറിയുന്ന നിങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോഴേക്ക് പല കുറവുകൾ നിങ്ങൾ പറഞ്ഞെങ്കിൽ അല്ലാമുൽ ഒയൂബായ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൂരിരുട്ടുള്ള രാത്രിയിൽ കൊടുമ്പനത്തിന്റെ ഉള്ളിലെ കറുത്ത പാറയുടെ ദോരത്തിലേക്ക് കറുത്ത ഉറുമ്പ് പോകുന്നത് കാണുന്ന അല്ലാമുൽ ഒയൂബായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്ക് പാവപ്പെട്ട അത്താഉ സലമിയുടെ പ്രവർത്തനം അങ്ങ് നിരീക്ഷിക്കാൻ വേണ്ടി വെച്ചാൽ ഏത് പ്രവർത്തനത്തിനാണ് കുറവില്ലാതിരിക്കുക? അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കുന്ന പ്രവർത്തനം ഏത് പ്രവർത്തനമായിരിക്കുമെന്ന് ആലോചിച്ചാണ് ഞാൻ കരയുന്നത് എന്ന് അത്താഉ സലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അമലിലേക്ക് മനുഷ്യൻ വരേണ്ടതുണ്ട്. അത് തന്നെയും നല്ല ജാഗ്രതയോടെ വരേണ്ടതുണ്ട്. അള്ളാഹുവിലുള്ള പേടിയും പ്രതീക്ഷയും വിശ്വാസിയുടെ അടയാളമാണ്. പേടി മാത്രം പോരാ, പ്രതീക്ഷ വേണം. അള്ളാഹുവിൽ നിന്ന് ആശ മുറിഞ്ഞു പോകൽ കുഫ്രാണ് എന്ന് അയിമ്മത്ത് റളിയല്ലാഹു അൻഹും പഠിപ്പിക്കുന്നുണ്ട്. വൽയൈസു മിനല്ലാഹി കുഫ്റുൻ. അള്ളാഹു ഇന്നെ രക്ഷപ്പെടുത്തൂല എന്ന് ഒരു മനുഷ്യൻ പറയാൻ പാടില്ല, ആശ മുറിയാൻ പാടില്ല. അത് കുഫ്റാണ്, ദൈവനിഷേധത്തിന് തുല്യമാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരും മരിച്ചു പോകരുത് ഇല്ലാ വയുസ്സിനുള്ളന്ന ബില്ലാഹ്. അള്ളാനെ പറ്റി നല്ലത് വിചാരിക്കാതെ ആരും മരിച്ചു പോകരുത്. ഏത് തമ്മാടിയായ മനുഷ്യനാണെങ്കിലും മോശക്കാരനായ മനുഷ്യനാണെങ്കിലും മരണമെത്തും എന്ന ഒരു ഘട്ടത്തിൽ ആ മനുഷ്യന് ഒരുപാട് ആശങ്ക ഉണ്ടാകും, ആവലാതി ഉണ്ടാകും. ഞാൻ കഴിച്ചിലാകൂല എന്ന് അദ്ദേഹം പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യന് പ്രതീക്ഷ കൊടുക്കണം. ഇതാണ് മതം. ഇല്ല വയസ്സിനുള്ളന്ന ബില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭാവനയോടുകൂടെ മനുഷ്യൻ മരിച്ചു പോകണം. എന്നെ കഴിച്ചിലാക്കൂല എന്ന ഒരു ധാരണ ഉണ്ടാവരുത്. വല്യൈസു മിനല്ലാഹി കുഫർ. അള്ളാഹുവിൽ നിന്ന് ആശമുറിഞ്ഞു പോകൽ കുഫറാണ്. ഞാൻ അമലൊക്കെ ചെയ്തിട്ടുണ്ട്, അള്ളാഹ് എന്നെ കഴിച്ചിലാക്കും എന്നിങ്ങനെ വിചാരിച്ച് ഞാൻ കഴിച്ചിലാവാനുള്ളവനാണ് എന്ന് ഉറപ്പിച്ചു നിൽക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാർഗമില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രമാണ് മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആശയം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹദീസ് കാണും. റഹ്മത്ത് കൊണ്ടല്ലാതെ നിങ്ങൾ ആരും അമലുകൊണ്ട് സ്വർഗത്ത് കടക്കൂല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞത്, നബിയെ തങ്ങളും അങ്ങനെയാണോ?
അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ സ്വർഗത്ത് കടക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാനും സ്വർഗത്തിൽ കടക്കുന്നതെന്ന് അൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉള്ളിൽ അമലിനെ കുറിച്ച് നല്ല ജാഗ്രതയുണ്ടാവണം. സ്വശരീരത്തോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ എന്ന് ദൈനംദിനം ചോദിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് വരണം. ഈ ഒരു ആയുസ്സുകാലമാണ് നമുക്കതിനുള്ളത്. മനുഷ്യന് അടിസ്ഥാനപരമായി കിട്ടാനുള്ളത് അവൻ ചെയ്തു വെച്ചത് തന്നെയാണ്. പാരത്രിക ലോകത്തേക്ക് അവന് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവൻ അവന്റെ ജീവിതകാലത്ത് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട യസീദുർ റഖാശി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ തന്റെ സ്വന്തം ശരീരത്തോട് ഇങ്ങനെ പറയാറുണ്ട്, വൈഹക യാ യസീദ്, യസീദേ നിന്റെ നാശം. ബഹുമാനപ്പെട്ടവർ സ്വശരീരത്തോട് വയലു പറഞ്ഞു കൊടുക്കുകയാണ്. എന്നോട് ഞാൻ വയലു പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയും പോലെ യസീദുർ റഖാശ് തന്റെ ശരീരത്തോട് വയലു പറഞ്ഞു കൊടുക്കുന്നത്, മൻദല്ലദീ യുസല്ലി അൻക ബഅദൽ മൗത്ത്, നീ മരണപ്പെട്ടു പോയാൽ നിന്റെ മരണശേഷം നിനക്കാരാണ് നിസ്കരിക്കാനുള്ളത്? നിസ്കാരം ചെറിയ കാര്യമല്ല, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. മന്ദല്ലദീ യുസല്ലി അൻക ബഅദൽ മൗത്ത്, നിന്റെ മരണശേഷം നിനക്ക് ആരാണ് നിസ്കരിക്കാനുള്ളത്? മന്ദല്ലദീ യസൂമു അൻക ബഅദൽ മൗത്ത്, നിന്റെ മരണശേഷം ആരാണ് നിനക്ക് നോമ്പനുഷ്ഠിക്കാനുള്ളത്? മന്ദല്ലദീ യുർളി അൻക റബ്ബക ബഅദൽ മൗത്ത്, നീ മരണപ്പെട്ടതിനു ശേഷം നിന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ നിനക്കാരാണുള്ളത് എന്ന് ബഹുമാനപ്പെട്ട യസീദുർ റഖാശ് റളിയല്ലാഹു അൻഹു സ്വശരീരത്തോട് ചോദിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജാഗ്രതയാണത്. എന്റെ ഈ ആയുസ് മൻ മാത ഫഖദ് ഖാമത്ത് സഅതുഹു എന്ന് അൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൻ മാത ഫഖദ് ഖാമത്ത് സഅതുഹു, ആരെങ്കിലും മരിച്ചാൽ അയാളുടെ മരണത്തോടുകൂടെ അയാളുടെ ഖിയാമത്ത് നാളായി എന്നാണ് ആ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ മരണത്തോടു കൂടെ തന്നെ അയാളുടെ ഖിയാമത്ത് നാളായിരിക്കുന്നു. മൻ മാത ഫഖദ് ഖാമത്ത് സഅതുഹു ഫഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക വമിൻ ഹയാതിക ലിമൗതിക. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ആരോഗ്യകാലത്ത് നീ രോഗകാലത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കണം. ജീവിതകാലത്ത് മരണത്തിനു ശേഷമുള്ളത് എന്താണോ അത് നീ ഉണ്ടാക്കി വെക്കണമെന്ന് അൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. യസീദുർ റഖാശ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് തന്റെ ശരീരത്തോടാണ്. ബഹുമാനപ്പെട്ടവർ സ്വശരീരത്തോട് ഇങ്ങനെ ചോദിക്കുന്നു, ആരാണ് നിനക്കുള്ളത്? നീ ആലോചിക്കേണ്ടേ. സ്വന്തം ശരീരത്തോട് വഅ്ള് പറഞ്ഞു കൊടുക്കുന്ന യസീദുർ റഖാശ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വഅ്ള് പറഞ്ഞു കൊടുക്കുന്നു, അയ്യുഹന്നാസ്, മനുഷ്യരെ, അലാ തബ്കൂൻ, ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ്, നിങ്ങൾ കരയുന്നില്ലേ? വതനൂഹൂന അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചനയില്ലേ? ആ ശരീരത്തെക്കുറിച്ച് റബ്ബുൽ ആലമീനോട് നിങ്ങൾ ആ ശരീരത്തിന്റെ കാര്യം പറഞ്ഞ് ആവലാതിപ്പെടുന്നില്ലേ? നിങ്ങളെ കാര്യം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുന്നില്ലേ? എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നത്, വമിനൽ മൗതി മൗഇദുഹു, വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യം മരണമാണ്. ഉറപ്പുള്ള കാര്യം കിട്ടാനുള്ള പൈസ കിട്ടുമെന്നതല്ല, മരിക്കുമെന്ന കാര്യമാണ്. വൽ ഖബറു ബൈതുഹു, മനുഷ്യന്റെ വീട് ഖബറാണ്. ബഹുമാനപ്പെട്ടവര് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, വസ്സറാ ഫിറാശുഹു, മണ്ണാണ് ആ മനുഷ്യന്റെ വിരിപ്പ്. ഇതൊക്കെ ഉറപ്പുള്ള കാര്യമാണ്. വദ്ദൂദു അനീസുഹു, പുഴുക്കളാണ് മനുഷ്യർക്ക് നേരം പോക്കായിട്ടുള്ളത്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യ, ഈ കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്കുന്നില്ലേ? അലാ തബ്കൂൻ, നിനക്ക് നിന്നെ കുറിച്ച് ആലോചിച്ച് കരയാൻ സമയം കിട്ടിയിട്ടില്ലേ എന്ന് ബഹുമാനപ്പെട്ട യസീദുർ റഖാശ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വഅ്ള് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. കാര്യം എത്തുന്നതിന് മുമ്പ്, മരണമെത്തുന്നതിന് മുമ്പ്, ബാദിരി ഖബ്ല അൻ യഅതിയകൽ അംർ, ബഹുമാനപ്പെട്ടവര് ജനങ്ങൾക്ക് വഅ്ള് പറഞ്ഞു കൊടുക്കുകയാണ്. ബാദിരി, നീ ഉളരണം. ഖബ്ല അൻ യഅതിയകൽ അംർ, നിശ്ചയിക്കപ്പെട്ട കാര്യമെത്തുന്നതിന് മുമ്പ് നീ ഉളരണം മോനെ.
റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് രക്ഷപ്പെടാനാവുകയില്ല. പടച്ച റബ്ബേ, കുറച്ച് സമയം പിന്തിപ്പിച്ചു തരൂ, ഞാൻ നന്നാവാമെന്ന് ഏത് മനുഷ്യനും മരണസമയത്ത് പറയും. മോശപ്പെട്ട ഏത് മനുഷ്യനും പറയും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. അള്ളാഹു ഒരു ശരീരത്തെയും ആ ശരീരത്തിന് കണക്കാക്കിയ അവധി എത്തിയാൽ പിന്നെ പിന്തിക്കുക എന്ന പണിയില്ല. ലാ യസ്തഖ്ദിമൂന സാഅത്തൻ വലാ യസ്തഗ്ഫിറൂൻ. ഒരു നിമിഷത്തെയോ ഒരു അർദ്ധ നിമിഷത്തെയോ റബ്ബുൽ ആലമീനായ അള്ളാഹു മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ യസീദുർ റക്കാശ് ചോദിക്കുന്ന ചോദ്യം, മനുഷ്യരെ കാര്യമെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് ഉണരണം. ഏത് സമയത്താണ് നിങ്ങളിലേക്ക് കണക്കാക്കപ്പെട്ട ഈ കാര്യമെത്തുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മരണമാണ് ആ കാര്യം. മരണമെത്തുന്നത് വരെ വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അതെല്ലാ മനുഷ്യരോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. മരണമെത്തുന്നത് വരെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. ഇബാദത്ത് എന്നത് മനുഷ്യനെ പ്രയാസപ്പെടുത്താനുള്ള ഒരു ഏർപ്പാടല്ല. ഇത് നല്ലോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു താലാക്ക് മനുഷ്യനെ ഗതിയെടുക്കണം എന്നൊരു അജണ്ട ഇല്ലേ ഇല്ല. മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നവനാണ് അള്ളാഹു. രക്ഷപ്പെടുത്താൻ വേണ്ടി അവസരങ്ങൾക്ക് പിറകെ അവസരം കൊടുക്കുന്നവനാണ് അള്ളാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റമദാൻ ഒരു വലിയ അവസരമാണ്. റമദാന്റെ വയലൊക്കെ ഇൻഷാ അള്ളാ അവിടെ പറയിക്കാരോ, ഒന്നിന് 10 കിട്ടുന്ന അല്ലെങ്കിൽ സുന്നത്തിന് ഫർളിന്റെ കൂലി കിട്ടുന്ന, ഓരോന്നും ഇരട്ടിപ്പിക്കപ്പെടുന്ന ധാരാളം കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മഹത്തുള്ള ഒരു മാസമാണ് റമദാൻ. ലൈലത്തുൽ ഖദറുള്ള മാസമാണെന്നൊക്കെ നമുക്കറിയാം. ഒരാൾക്ക് അള്ളാഹു താല ഈ മാസാണ്ട് കൊടുത്തു, ലൈലത്തുൽ ഖദറൊക്കെ കൊടുത്തു. അയാൾ ഒന്നും ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് അടുത്ത റമദാൻ കൊടുക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിക്കുന്നില്ല. അടുത്ത ലൈലത്തുൽ ഖദർ അയാൾക്ക് കൊടുക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിക്കുന്നില്ല. അള്ളാഹു റഊഫാണ്, കാരുണ്യമുള്ളവനാണ്. റഹീമാണ്, വല്ലാത്ത കാരുണ്യമുള്ളവനാണ്. ആ അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ടാണ് മനുഷ്യൻ നിലനിൽക്കുന്നത്. ഞാനിപ്പോ നിങ്ങളോട് വന്ന് 1000 രൂപ കടം വാങ്ങി പോവുകയാണ്. ആ പൈസക്ക് ഒരു അവധിയൊക്കെ പറഞ്ഞു, പൈസ തന്നീല, തിരിച്ചു തന്നീല. വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന 1000 ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. നല്ല മനുഷ്യനാണെങ്കിൽ ചിലപ്പോ നിങ്ങളത് തന്നെന്ന് വരും. ആ പൈസയും തിരിച്ചു തരാതെ 3 വട്ടം ഞാൻ പിന്നെയും 3-ാം വട്ടവും കടത്തിന് വന്നാൽ നിങ്ങൾ പിന്നെ എനിക്ക് പൈസ തരൂല, അയാൾ ആള് തരികിടയാണ്, തട്ടിപ്പാണ് എന്ന് പറയും. അതൊരു സ്വാഭാവികതയാണ്, മനുഷ്യന്റെ ഒരു സ്വാഭാവികതയാണത്. എന്നാൽ റബ്ബുൽ ആലമീനായ അള്ളാഹു ഒരാൾക്ക് 10 റമദാൻ കൊടുത്തു. 10 വർഷം അദ്ദേഹത്തിന് പ്രായപൂർത്തിയായതിനു ശേഷം ലൈലത്തുൽ ഖദർ കൊടുത്തു. ആ ഒരു ഘട്ടത്തിൽ പോലും അയാൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും അടുത്ത സമയം അയാൾക്ക് കൊടുക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അടിമയെ രക്ഷപ്പെടുത്തുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളായിട്ടല്ലാതെ മനുഷ്യരെ നിങ്ങൾ മരിക്കരുത് എന്ന് യജമാനനായ ഉടമ നമ്മോട് പറയുന്നു. ആ ഉടമ അവസരങ്ങളുടെ മേൽ അവസരം തന്ന് പിന്നാലെ പിന്നാലെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി തന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഉടമയാണ് നമുക്കുള്ളത്. ആ ഉടമ മനുഷ്യനെ പ്രയാസപ്പെടുത്തുക എന്ന നിലക്ക് ഒന്നും മനുഷ്യന്റെ മേൽ വെച്ചിട്ടില്ല. ഇബാദത്ത് എന്ന് പറയുന്നത് പ്രയാസമേ അല്ല. ആരിഫുകളിൽപ്പെട്ട നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനോട് ഒരു വേള ചോദിച്ചു. ലതായിഫുൽ മാരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ലിമ തുഅദ്ദിബു ഹാദൽ ജസദ്, എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ ശരീരത്തിന് എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇബാദത്ത് ചെയ്ത് എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ ഗതികേടിലാവുന്നത് എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ ആരിഫായ മനുഷ്യൻ പറഞ്ഞത്, കറാമത്തഹു ഉരീദ്, ഈ ശരീരത്തിനെ കഷ്ടപ്പെടുത്തല്ല ഞാൻ ചെയ്യുന്നത്. ആ ശരീരത്തിന് വലിയ ബഹുമാനം ഉണ്ടാകും, ആ ബഹുമാനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ശരീരത്തിന് ബഹുമാനം ഉണ്ടാവും. എപ്പോഴാ അത് ഉണ്ടാവുക? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ധാരാളം ആയത്തുകളിൽ ഈ ആശയം പറയുന്നുണ്ട്. മരണസമയത്ത് ഈ ഇന്നല്ലദീന ആമനു
ഇന്നല്ലദീന ആമനു അല്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തീ കുൻതും തുഅദൂൻ. ഭയങ്കര ബഹുമാനം ഈ ശരീരത്തിന് കിട്ടും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ സത്യമതത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവൻ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവന്റെ ഈമാനൊരു കോട്ടവും വന്നിട്ടില്ല. സത്യമതത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ആൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്തുർ റഹ്മാൻ ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അല്ലാ തഖാഫു, പേടിക്കരുത് എന്ന് പറയും. വലാ തഹ്സനൂൻ, പേടിക്കണ്ട, വിഷമിക്കണ്ട, നിങ്ങൾക്ക് പോകാനുള്ളത് വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ് എന്ന് മലായികത്തുർ റഹ്മാൻ വന്ന് പറയുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിന് കൊടുക്കുന്ന ബഹുമാനമാണത്. ഒരു മനുഷ്യൻ സക്രാത്തുൽ മൗത്തിന്റെ ആ വേദന, അതിനൊരു ഭീതി ഉണ്ടല്ലോ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മലായിക്കത്തുർ റഹ്മാൻ ഇറങ്ങിയിട്ട് ആ മനുഷ്യനോട് പറയുമെന്ന് അള്ള പറഞ്ഞത് അല്ലാ തഖാഫു, പേടിക്കണ്ട മോനെ, വലാ തഹ്സനു, മുഷിപ്പിലാവേണ്ടതില്ല, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, അള്ള നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്കാണ് പോവാനുള്ളത് എന്ന് മലായിക്കത്തുർ റഹ്മാൻ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആ ശരീരത്തിന് കിട്ടുന്ന ഒരു ബഹുമാനം എത്രയാണ്. രണ്ട് ഡിമാൻഡാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. സുമ്മസ്തഖാമു, പിന്നെ അള്ളാന്റെ മാർഗത്തിലുള്ള പണി എന്താണോ ആ പണി മാത്രം എടുത്ത് ജീവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആരിഫായ മനുഷ്യൻ പറയുന്നത്, ഇബാദത്ത് ഇങ്ങനെ ധാരാളം ചെയ്തപ്പോ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നത് ശരീരത്തെ? അദ്ദേഹം പറഞ്ഞു, ശരീരത്തെ കഷ്ടപ്പെടുത്തലല്ല, കറാമത്തുഹു ഉരീദ്, ഈ ശരീരത്തിന്റെ ബഹുമാനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. അല്ലാഹു തആല മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു നിയമവും വെച്ചിട്ടില്ല. മാ ജഅലല്ലാഹു അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഇസ്ലാം മതത്തിൽ ഒരു കെട്ടിക്കൊടുക്കിനെയും അള്ളാഹു വെച്ചിട്ടില്ല, ഒരു ബുദ്ധിമുട്ടിനെയും അള്ളാഹു വെച്ചിട്ടില്ല. മനുഷ്യർക്ക് കഴിയുന്നതേ ചെയ്യേണ്ടതുള്ളൂ. പ്രയാസമുള്ളവർക്ക് മതത്തിന്റെ ഭാഗത്ത് നിന്ന് പല അളവുകളും ഉണ്ട്. ഇന്ന ദീന യുസ്റുൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ഇന്ന ദീന യുസ്റുൻ, മതം എളുപ്പമാണ്, മതം വളരെ എളുപ്പമാണ്. വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, മതം കെട്ടിക്കൊടുക്കാൻ മനുഷ്യർ നോക്കുമ്പോഴാണ് ആ മനുഷ്യർ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒളു എടുക്കാൻ പ്രയാസമുള്ള ആള് തയമം ചെയ്യണം. അദ്ദേഹം ഞാൻ തയമം തന്നെ ചെയ്തോളാം, അല്ല ഞാൻ ഒളു തന്നെ എടുത്തോളാം എന്ന് വാശി പിടിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മുറിവ് കൂടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് കൂടും, അസുഖം കൂടും, എന്നാ പിന്നെ അദ്ദേഹം ഒളു എടുക്കേണ്ടതില്ല, അദ്ദേഹം തയമം ചെയ്യണം. മറ്റത് അദ്ദേഹം ഒളു എടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാകും. ഇസ്ലാം മതം ഒരിക്കലും പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യന് ജനാബത്ത് ഉണ്ടാവുകയും, ജനാബത്ത് ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഈ തലയിൽ എന്തോ വീണ്, കല്ല് വീണിട്ട് അദ്ദേഹത്തിന്റെ തലക്ക് പരിക്ക് പറ്റി. പരിക്ക് പറ്റിയപ്പോ അദ്ദേഹം മറ്റുള്ളവരോട് ചോദിക്കാണ്, ജനാബത്തുനിന്ന് വൃത്തിയാവണല്ലോ, അതിനുള്ള നിയമം കുളിക്കലാണ്, അപ്പൊ ഇനി എന്താണ് ചെയ്യുക, ജനാബത്ത് ഉയർന്നു കിട്ടണം. ആളുകളോട് ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു, ജനാബത്ത് ഉയരാനുള്ള മാർഗം കുളിയാണ്, അതുകൊണ്ട് നിങ്ങൾ കുളിക്കണമെന്ന് ഈ മനുഷ്യനോട് ആളുകൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ അത് കേട്ട് വേറെ മാർഗമൊന്നുമില്ല എന്ന് കരുതി ഇദ്ദേഹം കുളിച്ചപ്പോ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ വെള്ളമൊക്കെ ഇറങ്ങി അപകടാവസ്ഥയുണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നു, അദ്ദേഹം മരണപ്പെടുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഈ വിവരമെത്തിയപ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ കൊന്നു എന്ന പ്രയോഗമാണ് നടത്തിയത്. നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു. നിങ്ങൾക്ക് അറിയൂലെങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കല്ലേ വേണ്ടത്. വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ,
നിങ്ങൾ അറിവുള്ളവരല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കല്ലേ വേണ്ടത്, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നില്ലേ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഇസ്ലാം ദീൻ എളുപ്പമാണ്, മനുഷ്യനോട് ചേർന്നു നിൽക്കുന്ന മതമാണിത്. അതുകൊണ്ടാണ് യാത്രക്കാരന് ജമ്മും കസറും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അനുവദിച്ചു തരുന്നത്. ബുദ്ധിമുട്ടുള്ള ആള് നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, അയാൾ ഇപ്പൊ മരിക്കും തോന്നുകയാണ്, എന്നാ നോമ്പ് മുറിക്കണം. അല്ലെങ്കിൽ അയാളുടെ കൈയിപ്പാണ്ട് കുഴഞ്ഞു പോകും, നോമ്പുകാരനാണ്, അയാൾ നോമ്പ് ഒഴിവാക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ രോഗമുണ്ട്, ആ രോഗം കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് രോഗത്തിന്റെ തീവ്രത വർദ്ധിക്കും, ആ മനുഷ്യൻ നോമ്പ് ഉപേക്ഷിക്കണം. അങ്ങനെ തന്നെയാണ് മതം. പല യുഷാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ഈ മതത്തിന്റെ നിയമങ്ങളിൽ ആരെങ്കിലും കടുപ്പം കൊണ്ടുവരണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം തോറ്റുപോകും. ഫസദ്ദിദു വഖാരിബു. നിങ്ങൾക്ക് കഴിയുന്നത്, പൂർണ്ണതക്ക് കഴിയില്ലെങ്കിൽ പൂർണ്ണതയോട് അടുത്തത് ചെയ്യണേ എന്ന് അൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ ഇബാദത്ത് എന്ന് പറയുന്നത് മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അള്ളാഹു വെച്ചതല്ല. ഞാൻ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, മരണത്തെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്, പരലോക ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പരലോകത്തിലേക്കുള്ള ആലോചന നമുക്ക് ഈ ലോകത്തുനിന്ന് മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി നമ്മളെ ഇബാദത്ത് നന്നാക്കലുമാണ്. എല്ലാ ഇബാദത്തും ഒരു ടേസ്റ്റോടുകൂടെ നിർവഹിക്കുക എന്ന മാനസികാവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട്. അവിടുത്തെ തറാവീഹ് 10:10 തീരുക, ഇവിടുത്തെ തറാവീഹ് 8:50 തന്നെ തീരും. ഇങ്ങനെ കണക്കൊക്കെ എടുത്ത് അത് ബുദ്ധിമുട്ടാണ്, ഇവിടെ കുറച്ച് എളുപ്പമാണ്, അങ്ങനെ എളുപ്പം നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ടേസ്റ്റ് ഇല്ലാതെ, ഇബാദത്ത് രുചിയില്ലാതെ ചെയ്യുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഇബാദത്ത് രസത്തോടുകൂടെ ചെയ്യണം. ശരിക്കും ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒക്കെ ഇബാദത്തിന് നിർവചനം പറഞ്ഞത് തന്നെയും ഈ വഞ്ചനയുടെ ലോകത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ, ചതിയുടെ ലോകത്താണ് മനുഷ്യനുള്ളത്. നാലുഭാഗം ചതിയാണ്. ആ ചതിയുടെ ലോകത്ത് നിന്ന് ശാശ്വതമായ സുഖത്തിന്റെ ലോകത്തിലേക്ക് ഒരു മനുഷ്യൻ സഞ്ചരിക്കലാണ് ഇബാദത്ത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണും തഫ്സീറുൽ കബീറിൽ. നിസ്കാരത്തിലേക്ക് ഒരു മനുഷ്യൻ നിന്നാൽ അതൊരു ശാശ്വതമായ സുഖത്തിന്റെ ലോകത്തേക്ക്, മുനാജാത്തുൽ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട് മനുഷ്യൻ സംഭാഷണം നടത്തുന്ന ഒരവസ്ഥയാണ് അതിനുള്ളത്. ആ ഒരു അർത്ഥത്തിലേക്ക് ഇപ്പൊ ഖുർആൻ ഓതുകയാണെങ്കിൽ നമുക്കിത് തീരരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ. ഒരു പേജിൽ അടുത്ത പേജും പാടെ ഓതി നിർത്താ എന്ന് തോന്നിയ നമുക്ക് അടുത്ത പേജും പാടെ ഓതാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അതിങ്ങനെ വന്നു കിട്ടണം. അതൊരു രസമാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യം. ആലമുൽ ഉറൂറിൽ നിന്ന്, വഞ്ചനയുടെ ലോകത്ത് നിന്ന് ശാശ്വതമായ സുഖത്തിന്റെ ലോകത്തേക്കാൾ മനുഷ്യൻ സഞ്ചരിക്കുമ്പോഴാണ് ഇബാദത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഒരു പാമ്പ് ഇങ്ങനെ മേൽക്കൂരയിൽ നിന്ന് വീണു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിക്കാണ്. അന്ന ഹയ്യത്തൻ സഖതത് മിനസ് സഖഫ്. മേൽക്കൂരയിൽ നിന്ന് പാമ്പ് വീണു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. ആളുകളൊക്കെ ഇങ്ങനെ ബഹളം കൂട്ടിയിട്ടുണ്ട്, പാമ്പ് വീണ ബഹളത്തിലാണ് ആളുകൾ. പക്ഷെ ഇമാം അബൂ ഹനീഫയെ കുറിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സംഭവം തന്നെ അറിഞ്ഞില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണും. എന്ന് പറഞ്ഞാൽ, പാമ്പ് വീണ ബഹളം അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അള്ളാഹുവുമായുള്ള ഈ സംഭാഷണത്തിലാണ്. അതൊരു വലിയ മാനസികാവസ്ഥയാണ്, വലിയ ഹൃദയവിശാലതയുള്ളവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പുഴുക്കുത്ത് വന്നു എന്നും, ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലിന് പുഴുക്കുത്ത് വന്നപ്പോ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ കാല് മുറിക്കണമെന്ന് വൈദ്യന്മാർ പറയുകയും ചെയ്തപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ നിസ്കാരത്തിൽ വെച്ച് എന്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ അവർ മുറിച്ചു എന്നും ബഹുമാനപ്പെട്ടവർ ആ വിവരം അറിഞ്ഞില്ല എന്നുമൊക്കെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ചുരുക്കത്തിൽ ഇബാദത്ത് ഒരു ടേസ്റ്റുള്ള കാര്യമാവുകയും മനുഷ്യനെ പ്രയാസപ്പെടുത്തലല്ല ഇബാദത്തിന്റെ ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യണം. നമുക്കുള്ള ഒരു സമ്പാദ്യമായി സ്വീകരിക്കപ്പെടുന്ന ഇബാദത്താണുള്ളത് എന്ന് നാം നന്നായി ഉറച്ചു വിശ്വസിക്കണം.
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് സമയത്ത് അറഫയിൽ വെച്ച് ജനങ്ങൾ മടങ്ങുന്ന സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഹജ്ജ് സമയത്ത് ജനങ്ങൾ ഇങ്ങനെ അറഫയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് അവർക്കൊരു പ്രഭാഷണം നടത്തിക്കൊടുത്തു. ആ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ലൈസ സാബിഖു അൽയൗമ മൻ സബക ബിബഈരിഹി, ഇന്ന് വിജയിച്ചവൻ, മുൻകടന്നവൻ ആദ്യം ഒട്ടകവുമായി ആദ്യം പോയ ആളല്ല, ഒട്ടകടുത്ത് ആദ്യം വെടുന്ന് പോയ ആളല്ല വിജയിച്ചയാൾ. ഇന്നമസാബിക്കും മൻ ഗുഫിറ ലഹു, യഥാർത്ഥത്തിൽ വിജയിച്ചവൻ എന്ന് പറയുന്നവൻ അവന്റെ ദോഷം പൊറുക്കപ്പെട്ടവനാകുന്നു എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ദോഷം പൊറുപ്പിക്കാൻ ഉറപ്പായിട്ടും അമലിന് പറ്റും. പക്ഷെ ഈ അമലിന് ഡിമാൻഡ് ഉണ്ട്. ആ അമല് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് വളരുക എന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നി ആലജത്തു ഇമ്രാത്തൻ. ഇതെപ്പോഴാ നിർത്തണ്ടത്? 2:18 പറഞ്ഞാൽ മതി. ഇന്നി ആലജത്തു ഇമ്രാത്തൻ, സമയം പോയത് അറിഞ്ഞില്ലല്ലോ. ഇന്നി ആലജത്തു ഇമ്രാത്തൻ, ഞാനൊരു പെണ്ണിനെ ചുംബിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഒരു മനുഷ്യൻ വന്ന് പറയണം. ഇന്നി ആലജത്തു ഇമ്രാത്തൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് അഖിമലയ്യ കിതാബുല്ലാ, അള്ളാന്റെ കിതാബിൽ എന്ത് ശിക്ഷയാണോ പറഞ്ഞത് ആ ശിക്ഷ എന്റെ മേൽ നടപ്പിലാക്കണം എന്നാണ്. സ്വഹാബത്തിൽ ചില ആളുകൾക്ക് ചില പാകപ്പഴവുകൾ സംഭവിച്ച ഘട്ടങ്ങളിലൊക്കെ അവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് അതിന്റെ ശിക്ഷ ചോദിച്ചു വാങ്ങിയവരാണ്. ഒരു ഘട്ടത്തിൽ ഒരു സ്വഹാബി വരുന്നത്, തൊഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധിയാക്കി തരണം നബിയെ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വരുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ. ആ മനുഷ്യനോട് സയ്യിദുനാ റസൂൽ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത്? നീ ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ? അദ്ദേഹം പറയാണ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയെ. നീ തൊട്ടിട്ടല്ലേ ഉള്ളൂ, ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ? ആവർത്തിച്ച് മുഹമ്മദ് റസൂൽ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇന്നി സനയിത്തു യാ റസൂലല്ലാഹ് തുഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയെ എന്നെ ശുദ്ധീകരിച്ചു തരണം, എനിക്ക് മാലിന്യം സംഭവിച്ചിട്ടുണ്ട്, വേസ്റ്റ് ഉണ്ട്, കേടുണ്ട് നബിയെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ആ പ്രിയപ്പെട്ട സ്വഹാബിയെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊരു നിയമമാണ്. ആ എറിഞ്ഞുകൊല്ലൽ നടപ്പിലാക്കിയതിനു ശേഷം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കൂ, പാപമോചനം ചോദിക്കൂ, ആ സഹോദരന്റെ മേൽ നിസ്കരിക്കൂ, സ്വർഗത്തിന്റെ നദിയിൽ ആ സുഹൃത്ത് നീന്തി തുടിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫീഉൽ ഉമ്മ പറഞ്ഞതാണത്. പാപം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വലിയ തൗബക്ക് അവസരമുണ്ട്. അള്ളാഹുവിന്റെ നബിയെ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ എറിഞ്ഞു കൊന്നപ്പോ ആ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടു പോയി. ആ മനുഷ്യൻ സ്വർഗത്തിന്റെ നദിയിൽ നീന്തി കുളിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിടത്തേക്ക് മനുഷ്യർ മാറുന്നുണ്ട്. പാപം സംഭവിക്കും, അതിൽ സ്വാഭാവികതയുണ്ട്. സ്വഹാബത്ത് പാപം ചെയ്യുന്നവരല്ല. സ്വഹാബത്തിൽ നിന്ന് പാപം സംഭവിക്കൽ അനുവദനീയമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പാപികളെന്ന് ഒരൊറ്റ സ്വഹാബിയെ കുറിച്ചും പറയാൻ പറ്റില്ല. ലാ നദ്കുറു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബിഖൈർ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ ഒരാളെ പറ്റിയും ഖൈറല്ലാതെ നമ്മൾ പറയുകയില്ല എന്ന് അഹ്ലുസുന്നയുടെ നിലപാടാണ്, അഹ്ലുസുന്നയുടെ തീർപ്പാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞു പോകരുത്. ഫമൻ സബ്ബ അസ്ഹാബി ഫഖദ് സബ്ബനി, ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞാൽ അവൻ ആരെങ്കിലും എന്റെ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ എന്നെയാണ് ചീത്ത പറഞ്ഞത്. ഫമൻ സബ്ബനി ഫഖദ് സബ്ബല്ലാ, എന്നെ ചീത്ത പറഞ്ഞവൻ അള്ളാനെ തന്നെ ചീത്ത പറഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്ന് വലിയ സംരക്ഷണമുള്ളവരാണവർ. ഒരു വേള ഈ മനുഷ്യൻ വന്ന് പറയുന്നത്, ഞാനൊരു പെണ്ണിനെ ചുംബിച്ചിട്ടുണ്ട്, എന്റെ മേൽ നടപടി എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തെറ്റിൽ മനുഷ്യന്റെ ഉള്ളിൽ സംഭവിച്ച ഖേദമാണത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. കുറെ സമയം അദ്ദേഹം അവിടെ ഇരുന്നു. ബാങ്ക് കൊടുത്തപ്പോ, ഇഖാമത്ത് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
സൊല്ലിമാന ജി ഞങ്ങളെ കൂടെ നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. നിസ്കരിച്ചോ, ഞങ്ങളെ കൂടെ നിസ്കരിച്ചോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ ആ മനുഷ്യൻ അവരുടെ കൂടെ നിസ്കരിക്കുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ മനുഷ്യൻ ആദ്യമായി പറയുന്നത് എന്റെ മേൽ നടപടിയെടുക്കണം, എന്നൊന്ന് ക്ലിയർ ആക്കി തരണം എന്നാണ്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അദ്ദേഹത്തോട്, ആ സൊല്ലൈത്തമാന ജി ഞങ്ങളെ കൂടെ നിസ്കരിച്ചില്ലേ? ആ മനുഷ്യൻ പറഞ്ഞു, ഓ നിസ്കരിച്ചിട്ടുണ്ട് നബിയെ, നീ പെയ്ക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്. ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു വാക്കാണത്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്. ചീത്ത കാര്യങ്ങളെ മുഴുവനും നല്ല കാര്യങ്ങൾ ഇല്ലാതെയാക്കി കളയുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ചീത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചീത്തയെ പോക്കിക്കളയാൻ പറ്റുന്നതാണ് മനുഷ്യന്റെ നന്മ എന്ന് പറയുന്നത്. റമളാൻ വന്നിട്ടും അദ്ദേഹത്തിന് പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഭാഗ്യമില്ലാത്തവനാണ് എന്ന് ഹദീസിൽ കാണും ആശയം. എന്തുകൊണ്ട്? റമളാൻ മനുഷ്യന് പൊറുക്കപ്പെടുന്ന വലിയ അവസരമാണ്, എത്തുക്കുമ്മിനാറ് സംഭവിക്കുന്ന അവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിയാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു കിട്ടുമെന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അമലുകൾ എന്ന് പറയുന്നത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. അമലുകൾ മനുഷ്യന് മഗ്ഫിറത്ത് കൊടുക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നമസ്സാബിഖു മൻ ഗുഫിറ ലഹു. യഥാർത്ഥത്തിൽ സാബിക്കായ മനുഷ്യൻ, ഇന്നമസ്സാബിഖു മൻ ഗുഫിറ ലഹു, യഥാർത്ഥത്തിൽ വിജയിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്, ആ പാപം പൊറുക്കപ്പെട്ടവനാണ്. ഹജ്ജ് കൊണ്ട് പാപം പൊറുക്കപ്പെടണം, നോമ്പ് കൊണ്ട് പാപം പൊറുക്കപ്പെടണം. ഈ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോഴാണ് പാപം പൊറുത്തു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്. ചീത്ത കാര്യങ്ങളെ പോക്കിക്കളയുന്നതാണ് നല്ല കാര്യങ്ങൾ. ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ സ്വഹാബത്ത് കേട്ടുന്ന ആളുകൾ ചോദിച്ചു, ഇത് അദ്ദേഹത്തിന് മാത്രമുള്ള വിധിയാണോ നബിയെ, അല്ല എല്ലാവർക്കുമുള്ള വിധിയാണോ എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ, ഇത് ആ മനുഷ്യന് മാത്രമുള്ള വിധിയൊന്നും അല്ല, ബല്ലി ജമീഇ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട സർവർക്കുള്ള വിധി തന്നെയാണിത്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്. നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ അങ്ങനെ പോക്കിക്കളയും. ആ നല്ല കാര്യങ്ങളെ കൊണ്ട് ഈ കറ പിടിച്ച ഹൃദയത്തെ മാറ്റാൻ മനുഷ്യന് കഴിയും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്. അതിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് മരണവും അനുബന്ധ വിഷയങ്ങളിലേക്കൊക്കെ തുടർന്ന ദിവസത്തിലേക്ക് വരാം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യന് നല്ല നിയ്യത്തുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യന് നല്ല നിയ്യത്തുണ്ടാവണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ കബ്ശ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു ദിവസം ക്ലാസ് എടുത്തു തരികയാണ്. ആ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ആളുകളുടെ ഉദാഹരണം പറഞ്ഞാണ് ക്ലാസ് എടുത്തു തരുന്നത്. അള്ളാഹുവിൻ റസൂല് പറഞ്ഞത്, റജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ. ഒരു മനുഷ്യൻ അള്ളാഹു വിവരം കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് അള്ളാഹു മുതലും കൊടുത്തിട്ടുണ്ട്. ആ വിവരം അനുസരിച്ച് ഫഹുവ യഅ്മലു ബിഇൽമിഹി ഫീ മാലിഹി. അയാളുടെ വിവരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ മുതലിൽ അമൽ ചെയ്യുന്നുണ്ട്. മുതൽ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അതിന് മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിജയിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറജുലുൻ, വേറൊരാള് ആതാഹുല്ലാഹു ഇൽമൻ വലം യൂതിഹി മാലൻ. അദ്ദേഹത്തിന് അള്ളാഹു ഇൽമ കൊടുത്തിട്ടുണ്ട്, പക്ഷെ മാല് കൊടുത്തിട്ടില്ല, സമ്പത്തില്ല. വിവരണ്ട്, സമ്പത്തില്ല. ഈ മനുഷ്യൻ പറയുന്നത്, ലൗ ആതാനി അല്ലാഹു അസ്സ വജൽ, അള്ളാഹു എനിക്കെങ്ങാനും തരികയാണെങ്കിൽ, ആ മനുഷ്യന് കൊടുത്തതുപോലെ അള്ളാഹു എനിക്ക് തരികയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് പോലെ ഞാനും നന്മയിൽ ചെലവഴിക്കുമായിരുന്നു എന്നീ മനുഷ്യന്റെ ഉള്ളിൽ നിയ്യത്തുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുമാ ഫിൽ അജ്രി സവാ. ഇവർ രണ്ടുപേരും കൂലിയിൽ ഒരുപോലെയാകുന്നു. എന്താ ഇപ്പൊ സംഭവിച്ചത്? ഒരാൾക്ക് സമ്പത്തുണ്ട്, വിവരമുണ്ട്. വിവരമനുസരിച്ച് അയാൾ സമ്പത്തിൽ പ്രയോഗിക്കുന്നു. വേറൊരാൾക്ക് വിവരമുണ്ട്, സമ്പത്തില്ല. പക്ഷെ എനിക്കെങ്ങാനും സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ പ്രയോഗിക്കുന്നത് പോലെ നല്ല വഴിയിൽ ഞാനും ചെലവഴിക്കുമായിരുന്നു എന്ന് ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയമുണ്ട്, ഒരു നിയ്യത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൊടുക്കുന്നവനും
ഈ നിയ്യത്തുള്ള എന്നാൽ മുതലില്ലാത്ത ഈ മനുഷ്യനും ഒരുപോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മനുഷ്യരുടെ ഉദാഹരണം പറയുന്നു. വേറൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് മുതലുണ്ട്, പക്ഷെ വിവരമില്ല. വിവരമില്ലാതെ അയാൾ മുതലിൽ തോന്നിയതുപോലെ ചെയ്യാണ്. അദ്ദേഹം തോന്നിയതുപോലെ ഉപയോഗിക്കുകയും ബാത്തിലിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ അപകടം പിടിച്ച കാര്യമാണത്. ബാത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും സമ്പാദ്യങ്ങൾ പോകരുത്. അതിനൊക്കെ അതിൻ്റെതായ ചില ഒളിമറിയും സ്വീകരിച്ച് അതിൽ നിന്നൊക്കെ എങ്ങനെങ്കിലും മാറി നിൽക്കേണ്ടതുണ്ട്. ബാത്തിലേക്ക് ഒരു നിലക്കും സമ്പാദ്യം പോകരുത്. കാരണം ഈ സമ്പാദ്യം എവിടുന്ന് ഉണ്ടാക്കിയതാണ്, എവിടെ ചെലവഴിച്ചു എന്ന് മറുപടി പറയാതെ അടിമയുടെ വെച്ച കാല് ഇളക്കാൻ കഴിയൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. അടിമയുടെ വെച്ച കാല്, ആ അടിമയോട് ചില ചോദ്യങ്ങളുണ്ട്, 5 ചോദ്യങ്ങളുണ്ട്. പല ഹദീസിലും 5 ഉണ്ട്, 4 ഉണ്ട് എന്നൊക്കെ കാണാം. ഈ ചോദ്യങ്ങൾക്ക് ലാ തസൂലു ഖദമ അബ്ദിൻ, അടിമയുടെ വെച്ച കാലാണ്ട് ഇളക്കാൻ കഴിയൂല. ഹത്താ യുസ്അല അൻ ഖംസിൻ, അയാളോട് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, എവിടുന്നാണ് നിനക്ക് മുതലുണ്ടായത്? വാൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എന്തിനാണ് ഈ സമ്പത്ത് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും. എന്തിലാ ചെലവഴിച്ചത് എന്നും അള്ളാഹു ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പിന്നെ അതിനൊരു ഉത്തരം ഉണ്ടാവണം. ഹലാലല്ലാത്ത മാർഗത്തിൽ ഒരു ഘട്ടത്തിലും സമ്പാദ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആരും ആലോചിച്ചു പോകരുത്. പലതരം തരികിട ബിസിനസ്സും, പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ വയല് കേൾക്കണേല്, പലതരം തരികിട ബിസിനസ്സും നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്, പണ്ടൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു കച്ചവട രീതിയൊക്കെ ഉണ്ടേനി. ആ ട്രേഡിങ്ങിന്റെ രീതിയൊക്കെ മാറി പലതരം ട്രേഡിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ബിസിനസ്സിന് നിയമം ഉണ്ടാക്കുന്നത് മതം അറിയുന്നവരോ ശരീഅത്തുമായി ബന്ധപ്പെട്ട കമ്പനികളോ ഒന്നും അല്ല. അത് ഏതോ പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്നോ മറ്റോ ഒക്കെയുള്ള ചില ബിസിനസ് ഗ്രൂപ്പുകളോ ചില കമ്പനികളൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. ആ നിയമം അനുസരിച്ച് ആളുകൾ അങ്ങനെ ചേർത്ത് ചേർത്ത് കണ്ണിയാക്കി പലരെയും ചേർത്ത് പല ബിസിനസ്സുകളും പൊട്ടി തൂഫാനാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഹലാലല്ലാത്ത ഒരു ബിസിനസ്സിലേക്കും നമ്മുടെ സമ്പാദ്യം ഇറങ്ങിപ്പോകരുത്. അതിൽ വലിയ ജാഗ്രത ഉണ്ടാവണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്, മനുഷ്യർക്ക് ദുആഇന് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥ വരും ഹലാലല്ലാത്തത് തിന്നാൽ. അത് വലിയൊരു പ്രശ്നമാണ്. മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ തിന്നുന്നത് ഹറാമാണ്, അയാൾ കുടിക്കുന്നത് ഹറാമാണ്, അയാൾ ഇട്ടതും ഹറാമാണ്. അയാൾക്ക് പിന്നെ എവിടുന്ന് ദുആഇന് ഉത്തരം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദോർന്നോളി ഉത്തരം കിട്ടുന്ന അള്ള പറഞ്ഞത്, അതിൽ സംശയമൊന്നുമില്ല. ഉദോനി അസ്തജിബു ലക്കും എന്ന് ഖുർആൻ പറഞ്ഞത്. ദോർന്നോളി ഞാൻ തരുന്ന അള്ള തന്നെ പറഞ്ഞത്. ആ അള്ള പറഞ്ഞു കൊടുത്ത ഉത്തരം കിട്ടും. അതെപ്പോഴാണ്? അതിന് ചില ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡാണ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത്. മനുഷ്യൻ ഭക്ഷണം ഹറാമായി പോകരുത്, വസ്ത്രം ഹറാമായി പോകരുത്, പാനീയം ഹറാമായി പോകരുത്. സമ്പത്തിന്റെ കാര്യത്തിൽ വലിയ ജാഗ്രത വേണം. ഞാൻ പറഞ്ഞ ഹദീസിലേക്ക് തന്നെ വരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മനുഷ്യൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവനും ബാത്തിലിന് ചെലവഴിക്കുകയാണ്. വേറൊരു മനുഷ്യനുണ്ട്, അയാൾക്ക് സമ്പത്തൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ ആലോചിക്കുന്നത് വിവരമില്ല, സമ്പത്തുമില്ല. അയാൾ ഇങ്ങനെ ആലോചിക്കുന്നത്, എനിക്ക് സമ്പത്ത് കിട്ടിയണമെങ്കിൽ ഞാനും ഇതേപോലെ പറഞ്ഞാ ഈ ബാത്തിലിൽ ചെലവഴിച്ച, അവിഹിതത്തിൽ ചെലവഴിച്ച, അനാവശ്യത്തിൽ ചെലവഴിച്ച മനുഷ്യനെ പോലെ ഞാനും ചെലവഴിക്കുമെന്ന് ആ മനുഷ്യൻ നിയ്യത്ത് വെക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവനാണ് മറ്റേ മനുഷ്യനെങ്കിൽ ഫഹുമാ ഫിൽ വിസ്രി സവാ, രണ്ടാളും കുറ്റത്തിൽ സമന്മാരാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഈ സംഭവിച്ചത്? മനുഷ്യന്റെ നിയ്യത്തിൽ അപകടം സംഭവിച്ചതാണ് കുറ്റം കിട്ടാൻ കാരണം. അമല് നന്നാക്കണമെങ്കിൽ അമലിന്റെ നിയ്യത്ത് നന്നാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ നിമിഷവും നന്നാവണമെങ്കിൽ മനുഷ്യന്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അതിന്റെ നിയ്യത്ത് മനുഷ്യൻ നന്നാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവർത്തനങ്ങൾ പൊതുവിൽ 3 രീതിയിലാണ്. ഞാൻ നിർത്താട്ടോ, നിങ്ങൾ ബുദ്ധിമുട്ടാവില്ല. പ്രവർത്തനങ്ങൾ 3 രീതിയിലാണ്. ഒന്ന് നല്ല പ്രവർത്തനങ്ങൾ,
രണ്ടാമത്തത് തെറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. മൂന്നാമത്തത് അനുവദിക്കപ്പെട്ട ജായിസായ കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന ഹസനാത്താണ്, രണ്ട് മഅസിയത്ത് എന്ന് പറയുന്ന പാപങ്ങളാണ്, മൂന്ന് മുബാഹാത്ത് എന്ന് പറയുന്ന അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ പറയണം, ഈ നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ നിയ്യത്ത് നന്നാക്കുന്നതിനനുസരിച്ച് അതിന്റെ പ്രതിഫലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു മനുഷ്യൻ ഇങ്ങനെ പള്ളി പോവാണ്, ഒരു ഉദാഹരണത്തിന് ഇമാമുകൾ എടുത്തു വെച്ച ഉദാഹരണമാണ്. ഈ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നു, തായച്ചന പള്ളിയിലേക്ക് ഇന്ന് ളുഹ്റുസ്കരിക്കാൻ ഒരാൾ വരുമ്പോ അദ്ദേഹം ആലോചിക്കുന്നത് ജമാഅത്ത് സ്കരിക്കണം, കുറച്ച് ഖുർആൻ ഓതണം, വഅള് കേൾക്കണം, ഇങ്ങനെ പല നിയ്യത്തും വെച്ചാണ് അയാൾ പോരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ പ്രവർത്തനം ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടാവും. ഇതാരും അറിഞ്ഞിട്ടില്ല, അള്ള ഇയാളും മാത്രമേ അറിയുള്ളൂ. തായച്ചന പള്ളിയിലേക്ക് അയാൾ പോകുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കാര്യം ഇതൊക്കെയാണ്. വേറൊരാൾ ഇങ്ങനെ വരികയാണ്, അയാൾ ഇങ്ങനെ ആലോചിക്കുന്നത് കുറച്ച് മീൻ വാങ്ങണം, പിന്നെ അവിടെ മയമാക്കാനോട് ആ പൈസ അങ്ങോട്ട് കുറച്ച് വാങ്ങാനുണ്ട്, അങ്ങനൊക്കെ ഉണ്ട്, നിസ്കരിച്ചണം. ഈ ഒരു നിയ്യത്തിലാണ് ഇയാൾ വരുന്നത്. രണ്ടാളും വരുന്നത് ഒരേ പണിക്കാണെങ്കിലും രണ്ടാളുടെയും പ്രതിഫലം മാറിയിട്ടുണ്ട്. പള്ളിയിലേക്ക് ഒരു ചവിട്ട്, ആ ലക്ഷ്യത്തിലൂടെ പള്ളിയെ ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് ഒരു മനുഷ്യൻ നടന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓരോ ചവിട്ടിനും അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും അവന്റെ പദവി ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഉണ്ട്, കൂടുതൽ വായിച്ചു പറയാൻ നമ്മുടെ മുന്നിൽ സമയമില്ല, കഴിഞ്ഞു. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ മനുഷ്യന്റെ പദവി ഉയർത്തപ്പെടുന്നതാണ്. ഒരു ചവിട്ട് പള്ളിയിലേക്ക് ആ നിയ്യത്തിൽ വെച്ചാൽ ആ ചവിട്ടിന് അള്ളാഹു തആല അവന്റെ ദോഷം മായ്ക്കുകയും പദവി ഉയർത്തുകയും ചെയ്യും, ഹസനാത്ത് കൊടുക്കുകയും ആ മനുഷ്യന്. ഇപ്പൊ ഈ ഒരു നിയ്യത്തിലാണ് ഒരു മനുഷ്യൻ വരുന്നത് എങ്കിൽ, ഇമാമിങ്ങൾ ഈ ഉദാഹരണം തന്നെ എടുത്തു പറഞ്ഞു. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പോകുമ്പോ അദ്ദേഹം അങ്ങാടിയിൽ നിന്ന് എന്തോ വാങ്ങണം എന്നേ ലക്ഷ്യമുള്ളൂ. പള്ളിയിൽ വന്ന് നിസ്കരിച്ച കൂലി അദ്ദേഹത്തിന് കിട്ടും, പക്ഷെ പള്ളിയിലേക്ക് വന്ന കൂലി കിട്ടൂല. മനസ്സിലാവുണ്ടല്ലോ അല്ലെ പറയുന്നത്? പള്ളിയിലേക്ക് അയാൾ വരുമ്പോ പള്ളിയെ ലക്ഷ്യമുള്ളൂ, അത് ഖുർആൻ ഓതണം, ദിക്ർ ചെല്ലണം, ഇങ്ങനെ എത്രയാണോ ലക്ഷ്യം വെക്കാൻ പറ്റുന്നത് ആ നിയ്യത്തൊക്കെ, ഇതിങ്ങനെ ആ നിയ്യത്ത് വെക്കുന്നു എന്നൊന്നും കരുതണ്ട, ഈ ഒരു മനസ്സിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി. ഞാനിതാ പള്ളിയിൽ പോണോണ്ട് ഖുർആൻ ഓതണം, ദിക്ർ ചെല്ലണം, വഅള് കേൾക്കണം, നിസ്കരിക്കണം. ഈ ഒരു മനസ്സിലാണ് മനുഷ്യൻ പള്ളിക്ക് പോരുന്നത് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം വലുതായിക്കൊണ്ടിരിക്കുമെന്നാണ് അയിമ്മത്ത് റളിയല്ലാഹു അൻഹും പഠിപ്പിക്കുന്നു. എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണ് അതിന്റെ നിയ്യത്ത് ആ പ്രവർത്തനങ്ങളെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അയിമ്മത്ത് റളിയല്ലാഹു അൻഹും പഠിപ്പിക്കുന്നു. ഹലാലായ കാര്യങ്ങളെ പോലും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയുന്നുണ്ട്, ഹലാലായ കാര്യങ്ങൾ പോലും മനുഷ്യൻ നല്ല നിയ്യത്ത് വെച്ചത് നന്നാക്കാൻ നോക്കണം. വെറുതെ ഒരു സെന്റ് ഇങ്ങനെ പുരട്ടിയാൽ അത് സുന്നത്താണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ ആ സെന്റ് പുരട്ടുമ്പോ അല്ലെങ്കിൽ അത്തർ ഉപയോഗിക്കുമ്പോ ആ മനുഷ്യൻ മുബാഹായ ആ അത്തർ ഉപയോഗിക്കുമ്പോ ആ മനുഷ്യന് പല രീതിയിൽ അതിന്റെ പ്രതിഫലം കിട്ടുന്ന അമലാക്കി മാറ്റാൻ പറ്റും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, ഇപ്പൊ ഒരു മനുഷ്യൻ സുഗന്ധം പൂശുന്നത് കൊണ്ട് ആ സുഗന്ധം പൂശിയത് തന്നെ തെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. ആരും അത്തർ പൂശല് തെറ്റാണെന്ന് പറയില്ല, പക്ഷെ മനുഷ്യന്റെ നിയ്യത്തിനനുസരിച്ച് അത് തെറ്റാകും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി വിശദീകരിക്കുകയാണ്, ഇയാൾ ഒരു സമ്പന്നനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇയാൾ അത്തർ പൂശിയത്. നല്ലൊരു അത്തറാണ്, ഗൾഫേര മണമെന്നൊക്കെ പറയില്ലേ പണ്ട്, അപ്പൊ ഒരു ഗൾഫേര മണം വരുന്നുണ്ട് എന്നിങ്ങോട്ട് പറയാനാണ് ഇയാൾ ഇത് പൂശി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഹലാലായ കാര്യം തന്നെ തെറ്റായി മാറിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ നിയ്യത്തനുസരിച്ച്. പിന്നെ അയാൾ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം കിട്ടാനാണ് ഈ അത്തർ പൂശിയത്. അല്ലെങ്കിൽ ഇയാളുടെ അത്തറിനെ പറ്റി ആളുകൾ ഇങ്ങനെ പറയണം, നല്ല അത്തറാണ് അത് എന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞു കിട്ടണം, അതിനു വേണ്ടിയാണ് ഇയാൾ ഈ അത്തർ പൂശിയത്. അല്ലെങ്കിൽ അന്യ സ്ത്രീകളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ സുഗന്ധം ഉപയോഗിച്ചത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പോന്നത് എങ്കിൽ ആ സുഗന്ധം ഉപയോഗിച്ചത് തന്നെ ഹറാമാണ്, മഅസിയത്താണ് എന്ന് അയിമ്മത്ത് റളിയല്ലാഹു അൻഹും പറയുന്നു. എന്നാൽ ആ സുഗന്ധം ഉപയോഗിച്ച മനുഷ്യൻ തന്നെ അത് ആ മനുഷ്യനെ ഇബാദത്താക്കാൻ പറ്റും. എപ്പോ ഒരാൾ ഇങ്ങനെ സെന്റ് പരട്ടുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്താണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് അയാളെ മനസ്സിലുണ്ടായാൽ മതി. അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. സുബൈക്ക് വരുമ്പോ മൺതാലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, കറാഹത്താണ്. എന്നാൽ അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ
സുന്നത്താണ്. അതൊരു ആരാധനയായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അപ്പൊ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ഞാൻ അതിന്റെ വാസന പള്ളിയിലെത്തുമ്പോ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ്ട് പരട്ടാതെക്കേണ്ട കാര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സുന്നത്താണ്. അപ്പൊ ഈ മനുഷ്യൻ സുഗന്ധം ഉപയോഗിക്കുമ്പോ അയാൾ വിചാരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഞാൻ എടുക്കുന്നു എന്ന് ഈ മനുഷ്യൻ നിയ്യത്ത് ചെയ്യാണ്. അയാളുടെ മനസ്സിൽ അതുണ്ട്. പള്ളിയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ പള്ളി പോവാണ്, പള്ളിനെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ ഈ അത്തറ് വരട്ടുന്നത്. നിയ്യത്ത് ഇങ്ങനെ വലുതാവുക കേട്ടോ, കൂലി വലുതായിക്കൊണ്ടേയിരിക്കും ആ മനുഷ്യന്. പിന്നെ അദ്ദേഹം പറയാണ്, അദ്ദേഹം കരുതാണ് എന്റെ ചുറ്റുഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാവാനാണ്, അത്തറ് പരട്ടിയാൽ ഒരു സുഖം ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ അത്തറ് പരട്ടുന്നത്. എന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പോവാനാണ്, വാസന ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതിനു വേണ്ടിയാണ് ഞാൻ ഈ അത്തറ് പരട്ടുന്നത്. ഇമാമിങ്ങൾ എഴുതി വെച്ചു എത്രത്തോളം ഒരു മനുഷ്യൻ ഈ വൃത്തിയില്ലാതെ ഇങ്ങനെ വന്നാല് ആളുകൾ പറയും അയാൾ തീരെ വൃത്തിയില്ല, അയാൾ കുളിച്ചുമില്ല തിരുമ്പൂല്ല, ഒരു കഥയാണ് എന്ന് പറയും. ആ പറയുന്നത് ആളുകൾ പറയുമ്പോ അത് ഈ മനുഷ്യനെ പറ്റിയുള്ള ഈബത്താകും. ജനങ്ങൾ എന്നെ പറ്റി ഈബത്ത് പറയാതിരിക്കാനാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഈബത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ഈ അത്തറ് വരട്ടുന്നത് എന്ന് പോലും ഒരു മനുഷ്യൻ ആലോചിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആലോചിച്ചാൽ ആ മനുഷ്യൻ അത്തർ പരട്ടിയത് ഹലാലായ കാര്യമാണെങ്കിലും ഇപ്പോൾ അത് ഇബാദത്താണ്, കുറെ കൂലി കിട്ടുന്ന ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഫത്തുഹിൽ മൊയ്നിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയത് കാണാം. കല്യാണം കഴിക്കണ മനുഷ്യന് കല്യാണത്തിന്റെ അടിസ്ഥാന ഹുക്കുമ്, അസ്ലു ഹുക്കുമ് അത് അനുവദനീയമാണ് എന്നതാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ പിൻപറ്റി ചെയ്യുമ്പോൾ അത് പുണ്യകർമ്മമാണ്, സുന്നത്താണ്. കല്യാണം കഴിക്കുന്ന ഒരു മനുഷ്യൻ കല്യാണത്തിൽ നിയ്യത്ത് വെക്കൽ അത്യാവശ്യമാണ്. വിവാഹത്തിൽ അയാൾ കരുതൽ, ഞാൻ വ്യഭിചാരത്തെ തൊട്ട് അനാവശ്യ കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കാനാണ്, അതോടുകൂടെ സ്വാലിഹായ മക്കൾ ഉണ്ടാവാനാണ്, ദീനിനും ദുന്യാവിനും ഉപകരിക്കാനാണ്, എന്റെ ദീന് സംരക്ഷിക്കാനാണ്. ഈ നിയ്യത്തൊക്കെ ഒരു മനുഷ്യന് കല്യാണത്തിൽ ഉണ്ടാകണമെന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്തുഹുൽ മൊയ്നിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഒരു മനുഷ്യനെ ഏത് കാര്യത്തിലും, ഇനിയിപ്പോ ഞാൻ അതിങ്ങനെ വിശദീകരിച്ച് നമ്മളെ സമയം കളയേണ്ടതില്ല, ഏത് കാര്യം എടുത്താലും ആ കാര്യത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നല്ല വിചാരം വേണം. അതാണ് ഞാൻ ഈ ഇബാദത്ത് രസത്തോടു കൂടെ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. മടുപ്പുണ്ടാവരുത്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമു വഇൻ ഖല്ല. അമലുകളിൽ അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്നും ചെയ്യണ അമലാണ്. വൈൻ കല്ല, ആ അമല് കുറച്ച് കുറഞ്ഞാലും ശരി എന്നാണ്. വോൾട്ടേജ് പെട്ടെന്ന് ഇങ്ങനെയാണ് കൂടി പെട്ടെന്ന് കെടരുത്, അതത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. വോൾട്ടേജ് അങ്ങനെ വേഗം കൂടിയിട്ട് വേഗം കെട്ടുപോകരുത്. ഒരു പാകത മനുഷ്യൻ എല്ലാത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നും ചെയ്യണ അമൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് ആ ചെയ്യണത്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമു വഇൻ ഖല്ല. ആ അമൽ എത്ര കുറവാണെങ്കിലും അള്ളാഹുവിന് വലിയ താല്പര്യമാണെന്ന് അൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏത് നല്ല കാര്യമെന്ന് നമ്മൾ പറയുന്ന കാര്യവും അത് മനുഷ്യന്റെ നീയത്തനുസരിച്ച് മാത്രമേ നന്നാവുള്ളൂ. മനുഷ്യന്റെ നീയത്ത് നന്നാക്കിയിട്ടില്ലെങ്കിൽ ഈ നിസ്കാരം തന്നെ, ഇവിടെ വന്ന് ഇപ്പൊ നിസ്കരിച്ചത്, നാട്ടുകാരൊക്കെ പള്ളിയിൽ വരുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, ഈ മോശമാണെന്ന് വിചാരിച്ചതിന്റെ പേരിൽ ആരെങ്കിലും വന്നിക്കുകയാണെങ്കിൽ ആ മോശം തന്നെ അതിലുണ്ടാവുള്ളൂ. റിയാ അമലിനെ കേടുവരുത്തും. അപ്പൊ അമലിൽ നല്ല നീയത്ത് അതെന്തൊക്കെയാണ്? ഇപ്പൊ ഒരാൾ കുളിക്കുമ്പോ വൃത്തി ഉണ്ടാവണം. വൃത്തി അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അതിനാണ് ഞാൻ കുളിക്കണത്. എന്റെ ശരീരത്തിലെ മാലിന്യം പോവാനാണ്, അള്ളാന്റെ തൃപ്തിക്കാണ്. ഇങ്ങനൊക്കെ മനുഷ്യൻ ആലോചിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുമ്പോ ചെറിയ ഇബാദത്ത് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഇബാദത്തായി മാറുമെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്ത് റളിയല്ലാഹു തആല അൻഹും പറയുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ തതയ്യബ ലില്ലാഹി തആല ജാഅ യൗമൽ ഖിയാമ. സുഗന്ധം പുരട്ടുന്ന വിഷയം പറഞ്ഞു. ഒരാൾ സുഗന്ധം ഉപയോഗിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. ജനങ്ങളുടെ ജനങ്ങൾക്കൊരു സമാധാനം കൊടുക്കും ഈ നല്ല വാസന ഉണ്ടാകുമ്പോൾ. അള്ളാഹുവിന്റെ റസൂലിന് വൈപ്പെട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരാൾ സുഗന്ധം പൂശിയാൽ ജാഅ യൗമൽ ഖിയാമ, അയാൾ അന്ത്യനാളിൽ വരൽ അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളവനായാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിൻ റസൂൽ അതിന്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞു.
വമൻ തതയ്യബ ലിഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്ത ഒന്നിനു വേണ്ടിയാണ് ഒരുത്തൻ സുഗന്ധം ഉപയോഗിച്ചത് എങ്കിൽ, ഒരു പെണ്ണിനെ ആകർഷിക്കാനാണ്, എന്നും ആ പെണ്ണ് ഇന്നാലിന്ന സ്ഥലത്ത് വരലുണ്ട്, അപ്പൊ ആ ഭാഗത്തു കൂടെ എന്നും ഈ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളിയും വെള്ളിയൊക്കെ ഇട്ട് നല്ല കതറൊക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ജാഅ യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ആ മനുഷ്യൻ വരും, വരീഹുഹു അൻതനു മിനൽ ജീഫ, അദ്ദേഹത്തിന്റെ വാസന ശവത്തേക്കാൾ വൃത്തികെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രവർത്തനത്തിന്റെ അവസ്ഥ ഇതാണ്. ഇത് സുഗന്ധത്തിൽ പറഞ്ഞ ഒരു ഹദീസ് ആ വിഷയം പറഞ്ഞപ്പോ ഞാൻ എടുത്തു വെച്ചു എന്ന് മാത്രം. അപ്പൊ നീയത്തില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നന്നായി കിട്ടുകയില്ല. ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ അമലുകളെ ക്രമീകരിക്കണം. ഇത് വളരെ വിശദീകരിക്കേണ്ട ഒരു ഏരിയയാണ്. ഈ ഏരിയ ഇനി വിശദീകരിച്ചാൽ പിന്നെ നമുക്ക് മരണവും മഹ്ശറും പറയാന് അതിന് കൂടുതൽ സമയം ഉണ്ടാകൂല. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അർഹമുറാഹിമീനായ അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഈ കൂടിയതും ഇവിടെ വെച്ച് പറഞ്ഞതും അഅ്മാലുകൾ ചെയ്തതൊക്കെ ഹസനാത്തിന്റെ മീസാനിൽ വലിയ ഭാരമുള്ളതാക്കി നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഹസനാത്തിന്റെ മീസാനിൽ ഭാരമുള്ള അമലായി നീ ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സർവ്വ മുഅ്മിനീങ്ങളുടെ ഹളറാത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ അവർക്ക് നീ നൽകണേ അല്ലാഹ്. നിന്റെ ഭൂമിക്കടിയിൽ അവരെയും ഞങ്ങളെയും നീ പിടികൂടല്ലോ അല്ലാഹ്. റിയാഇന് വേണ്ടി അമല് ചെയ്യുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലോ അല്ലാഹ്. ഞങ്ങളെ അഅ്മാലുകളെ ഞങ്ങളെ മുഖത്തേക്ക് എറിഞ്ഞ് നരകത്തിലേക്ക് കടക്കാൻ പറയുന്ന ഗതിയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ലോ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ അഅ്മാലുകളെ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഗഫൂറായ ഗഫാറായ അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങൾ വലുതാണ്, ധാരാളമാണ്. നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ. റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. മാപ്പ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ ഭാഗത്തേക്ക് ഈ സാധുക്കൾ ഈ പള്ളിയിൽ എത്തിക്കാഫിന്റെ നീയത്ത് വെച്ച് ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടല്ലോ അല്ലാഹ്. ഗഫൂറായ അല്ലാഹ്, നിന്നിലേക്ക് തായിബായി ഞങ്ങൾ വരുന്നു അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പള്ളിയെ സഹായിച്ച സർവ്വ മുഅ്മിനീങ്ങളെയും നീ സഹായിക്കണേ അല്ലാഹ്. ഈ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന എം കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെ ഇവിടുത്തെ നേതാക്കൾ, പ്രവർത്തകരെല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നീ നൽകണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിൽ പ്രവർത്തിക്കാൻ അവർക്കും ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരു പ്രവർത്തനവും ഭൗതികത ലക്ഷ്യം വെക്കുന്ന പ്രവർത്തനമാക്കല്ല അല്ലാഹ്. നിന്നെ ലക്ഷ്യം വെക്കുന്ന, നിന്റെ ലിഖാഅ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, നിന്റെ ലിഖാഇലേക്ക് ആഗ്രഹിക്കുന്ന പ്രവർത്തനമാക്കണേ അല്ലാഹ്. ഖായിബും ഖാസിറുമാക്കി ഞങ്ങളെ നീ തിരിച്ചുവിടല്ല അല്ലാഹ്. ഖായിബീങ്ങളെ ലിസ്റ്റിൽ ഞങ്ങൾ ആരെയും പെടുത്തിയിട്ടുണ്ടെങ്കിൽ യാ അല്ലാഹ്, നിന്റെ റഹ്മത്ത് കൊണ്ട് റമളാനിൽ നിന്ന് ഇത്തുക്ക് ചൊല്ലിക്കൊടുക്കുന്ന, ഇത്തുക്കും മിനന്നാർ കൊടുക്കുന്ന ആ ഒരു ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയൊക്കെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. പരാജിതരുടെ ലിസ്റ്റിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനും നസൂഹായ തൗബയും തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കാമിലായ ഈമാനും നസൂഹായ തൗബയും കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു പണി ഒരു നിമിഷം ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ല അല്ലാഹ്. അത്തരം ഒരു പണിയിലേക്ക് ഞങ്ങളെ മനസ്സ് നീ കൊണ്ടുപോകല്ലോ അല്ലാഹ്. ഞങ്ങളെ കൽബിനെ നീ കൊണ്ടുപോകല്ലോ അല്ലാഹ്. ഈമാൻ തെറ്റിപ്പോയി ചത്തുപോകുന്ന അഹ്വാദികളിൽ ഞങ്ങളെ പെടുത്തല്ലോ അല്ലാഹ്. നേരം വെളുക്കുന്ന മുഅ്മിനാകുമെന്നും വൈകുന്നേരം കാഫിറാകുമെന്നും മുഹമ്മദ് റസൂലുള്ളാഹ് ഞങ്ങളെ പഠിപ്പിച്ചു അല്ലാഹ്. ഈമാൻ തെറ്റിപ്പോകുന്ന ഗതിയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈമാൻ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. اللهم اجعل جنبنا هذا جنبا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين.